വിവിധ പ്രായത്തിലുള്ള സ്ത്രീകൾ മരിച്ചതിനെല്ലാം ഒരേ ഒരു കാരണം, സർപ്പദംശനം. തെറ്റിയ കാഴ്ചകളായി ഓരോ മുഖങ്ങളും കാണേണ്ടി വരുന്നുവല്ലേ? അതെ സ്വാമി, പുതിയ തലമുറയോട് ശാപത്തിന്റെ കണക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അറിയുന്നവർക്ക് ഉറങ്ങാനും ആകുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി കൂടി ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക്? നാഗത്തറകൾ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. വിളക്ക് പോലും തെളിയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാഗാരാധന മുടക്കുന്നത് മഹാപാപം തന്നെ. സർപ്പദംശനത്തെയാണ് പേടിക്കുന്നതെങ്കിൽ കേണപേക്ഷിക്കേണ്ടത് അവരുടെ മുന്നിൽ തന്നെയാണ്. തറവാട്ടിലെ കാവുകളും ചിത്രകൂടങ്ങളും വൃത്തിയും വെടിപ്പുമാക്കി ശാപമോക്ഷത്തിനുള്ള പൂജ ചെയ്തു നോക്കിയാൽ ഒരുപക്ഷെ ഫലമുണ്ടാകാം. പക്ഷെ അത് ചെയ്യാതെ ഫലം കാക്ഷിക്കുകയും വേണം. ചെയ്യാം, എത്രയും പെട്ടെന്ന് ചെയ്യാം. ശാപമോക്ഷ പൂജയിൽ വീഴ്ചകൾ വന്നുകൂടാ. വന്നാൽ സർവനാശമാണ്. കളരിക്കൽ നാട്ടുവംശത്തിൽ വേളി കഴിക്കാനെത്തുന്ന കന്യകമാർ സർപ്പദർശനം മൂലം മരിക്കാൻ ഇടവരട്ടെ. ഹലോ ജലജ ചേച്ചി. ആ കൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? ആ വന്നു. എപ്പോ എത്തി? ദോ കുറച്ചു മുന്നേ വന്ന് കേറിയതേ ഉള്ളൂ. അതെ, ജലജ ചേച്ചി നാളെ ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. എന്താടി? കുറച്ച് കയറ് കൂടി നാളെ സംഘത്തിൽ കൊടുക്കാനുണ്ട്. പോരട്ടെ? ആ പോന്നോ. ശരി, ഞാൻ വരാം. ശരി. എന്റെ മോൾക്കൊരു ബാധ്യതയായിട്ട് ഞാൻ ഇന്ന് ജീവിക്കില്ല. അമ്മേ, ഇതെന്ത് വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നേ? അമ്മേ വാതിലോർത്തേ. അമ്മേ, അമ്മേ വാതിൽ തുറക്കമ്മേ. അമ്മേ, 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 അമ്മേ. അമ്മേ, എന്താ അമ്മേ കാണിക്കുന്നേ? എന്താ അമ്മയ്ക്ക് പറ്റിയ? അമ്മ താഴെ ഇറങ്ങ. ആ വാതിലോർത്തേ. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്?